NCP കേരള ഘടകം UDFിലേക്ക് പോകുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് PC ചാക്കോ. സംസ്ഥാന അധ്യക്ഷനാണ് നിലവിൽ PC ചാക്കോ. അദ്ദേഹത്തിന് നിലവിൽ ദേശീയ നേതൃത്വം കൊടുക്കുന്ന നിർദ്ദേശമനുസരിച്ച് ശരത് ചന്ദ്ര പവാർ ആണ് NCPയുടെ നേതാവ്. അദ്ദേഹം കൊടുത്തിരിക്കുന്ന നിർദ്ദേശമനുസരിച്ച് പോകാനാണ് തീരുമാനം. ആദ്യം ശരത് പവാർ അജിത് പവാറിനോടൊപ്പം ചേർന്ന് BJPയുമായി സഹകരിക്കാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ നിലവിൽ ശരത് പവാറിനോടൊപ്പമുള്ള 8 MPമാരിൽ സുപ്രിയ സുലെ ഒഴിച്ച് ബാക്കി 7 MPമാരും കോൺഗ്രസിലേക്ക് ചെല്ലും എന്ന ഭീഷണി മുഴക്കിയതോടെയാണ് ശരത് പവാർ പ്ലേറ്റ് മാറ്റിയത്. നിലവിൽ കേരളത്തിൽ NCP മധ്യ തിരുവിതാംകൂറിൽ ആധിപത്യത്തോടെ തിരിച്ചു വരണമെങ്കിൽ മാണി സി കാപ്പൻ NCPയുടെ അവിഭാജ്യ ഘടകമായി അദ്ദേഹത്തെ തിരിച്ചെടുക്കണം. അദ്ദേഹത്തിൻ്റെ പ്രവർത്തകരെയും പാലായിലുള്ളവരെയും തിരികെ എടുക്കണം എന്ന വ്യക്തമായ അജണ്ടയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. നമുക്കറിയാം, പാലായിൽ മുൻപ് KM മാണി ആയിരുന്നപ്പോൾ മാണി സി കാപ്പൻ 2006-ലും 2011-ലും 2016-ലും വാശിയേറിയ പോരാട്ടം കാഴ്ചവെച്ചു. മാണിയുടെ ഭൂരിപക്ഷം 7000-ലേക്കും 4000-ലേക്കുമൊക്കെ കൂപ്പുകുത്തിക്കാൻ മാണി സി കാപ്പന് കഴിഞ്ഞു. വാസ്തവത്തിൽ അതിനുശേഷം 2019-ൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ജോസ് ടോം പുലിക്കുന്നേലിന് 3000-ഓളം വോട്ടുകൾക്ക് മാണി സി കാപ്പൻ തകർത്തെറിഞ്ഞുകൊണ്ട് NCPയുടെ വേരോട്ടം ആധിപത്യം ഉറപ്പിച്ചത്. എന്നാൽ പിണറായി വിജയൻ കാണിച്ച രാഷ്ട്രീയ വഞ്ചനയുടെ എല്ലാ രീതിയിലുള്ള കയ്പനുഭവവുമായി പേറി ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് UDFിൽ നിന്നുകൊണ്ട് സ്വന്തമായൊരു പാർട്ടി ഉണ്ടാക്കി മത്സരിച്ച് 15000 വോട്ടുകളുടെ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ കൂടി മാണി സി കാപ്പൻ വിജയിച്ചതോടുകൂടിയാണ് പിണറായി വിജയനും LDFിലും വയറു നിറഞ്ഞത്. അതോടുകൂടി കാര്യങ്ങൾ മനസ്സിലായി. മാണി സി കാപ്പന് പാല എന്നത് അത്രമേൽ അവിടുത്തെ ജനങ്ങൾ ഇരുകൈയും നീട്ടി അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൂടുതൽ വേണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നു. ജോസ് കെ മാണിയെ ആ 7 അയലത്ത് പോലും അടുപ്പിക്കാൻ പാലക്കാർ താല്പര്യപ്പെടുന്നില്ല. എന്തിന് സ്വന്തം വീട്ടിൽ നിന്ന് പോലും ജോസ് കെ മാണിക്ക് വോട്ട് കിട്ടില്ല എന്ന് ഉറപ്പിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തിനെ പാലക്കാർ ദൂരേക്ക് വലിച്ചെറിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും. അതോടുകൂടിയാണ് അദ്ദേഹം രാജ്യസഭ വഴി CPIMന്റെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റി സുഖലോലിപനായി കുളിരുകൊണ്ട് രാജ്യസഭയിൽ ഇരിക്കാമെന്ന് വിചാരിച്ചത്. എന്നാൽ മറ്റെവിടെയെങ്കിലും തിരുവമ്പാടിയിലോ അല്ലെങ്കിൽ കേരള കോൺഗ്രസ് എമ്മിന് പുതിയ ഏതെങ്കിലും സീറ്റ് കൊടുക്കുകയാണെങ്കിൽ അവിടെ എങ്ങാനും നിന്ന് നിയമസഭയിലേക്ക് എത്താം എന്നുള്ള ജോസ് കെ മാണിയുടെ ആഗ്രഹവും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് വ്യക്തമാകുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. കോട്ടയം പാർലമെന്റിൽ ജോസഫ് ഗ്രൂപ്പിൻ്റെ ആധിപത്യം ഉറപ്പിക്കുന്നത് മാണി സി കാപ്പന് വലിയ പങ്കാണ് ഉള്ളത്. മാണി സി കാപ്പനെ ജോസഫ് ഗ്രൂപ്പ് മാടി വിളിക്കുന്നുണ്ട്. എന്നാൽ NCP UDFിലേക്ക് എത്തിയാൽ തിരികെ പഴയ NCPയിലേക്ക് പോകാനാണ് മാണി സി കാപ്പന് ആഗ്രഹം. ജോസഫ് ഗ്രൂപ്പും വലിയ ശക്തമായി മാണി സി കാപ്പനെ വേണ്ടി വിളിക്കുകയാണ്. കാരണം ജോസഫ് ഗ്രൂപ്പിന് ഏറ്റവും കൂടുതൽ താല്പര്യം പാലാ സീറ്റ് ജോസഫ് ഗ്രൂപ്പിൻ്റെ ലേബലിൽ തന്നെ നിൽക്കണമെന്നതാണ്. അത് PJ ജോസഫിൻ്റെ ചിരകാല ആഗ്രഹമാണ്. കാരണം തൻ്റെ രാഷ്ട്രീയ വൈരിയായ ജോസ് കെ മാണിയെ തകർത്തെറിയുക എന്നുള്ളത് PJ ജോസഫിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. കാരണം തനിക്ക് കോട്ടയം സീറ്റ് നിഷേധിക്കുന്നതിൽ വൃത്തികെട്ട കളി കളിച്ച ജോസ് കെ മാണിയെ തൻ്റെ മടയിൽ പരാജയപ്പെടുത്തി ഫ്രാൻസിസ് ജോർജിനെ വെച്ച് വലിയ രീതിയിലുള്ള ഭൂരിപക്ഷം നേടിയെടുക്കാൻ ജോസഫിന് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയം. 2024-ൽ സംഭവിച്ച ഏറ്റവും വലിയ രാഷ്ട്രീയ വിജയം.